അങ്ങനെ അമ്മയ്ക്ക് ഞാൻ 2 ഫിംഗർ റൂളാണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത് നന്നായിട്ട് നല്ല ആൾക്കാർ എയറിൽ കയറ്റി വിട്ടത്, വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആൾക്കാർ പൊങ്കാല ഇട്ടത്. ഇത് നല്ല സാധനമാണ്, സൂപ്പർ സാധനമാണ്. ഇത് മേടിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാം, ബയോയില് ലിങ്ക് സൺസ്ക്രീൻ ആണെങ്കിലും സീക്കയാണെങ്കിലും ഡെർമയാണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടുന്നത് അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഫേക്ക് ആയിട്ടുള്ള സൺസ്ക്രീം പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പേരിൽ കയറിയ ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയെ താഴെ ഇറക്കാൻ വല്ല വകുപ്പ് അങ്ങനെ ഉണ്ടോ നോക്കാം. മേബൈ കല്യാണി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബറാണ്. ലൈഫ് സ്റ്റൈലും ഇങ്ങനെയുള്ള ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു യൂട്യൂബറാണ്. അതുപോലെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവരിടുന്ന ഓരോ പ്രോഡക്റ്റൊക്കെ മുഖത്ത് അവിടെയൊക്കെ വാരി തെച്ചിട്ട് ഇത് നല്ലതാ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും കറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അതല്ലെങ്കിൽ ബയൽ കൊടുക്കുക, നിങ്ങൾ കയറി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ഇവർ മാത്രമല്ല, ഇവരെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോൾ കയറിയിരിക്കുന്ന വ്യക്തി ഇവരാണ്. ഒരു സൺസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ട് അപ്പം അവർ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് വരത്തില്ലെന്നാണ്. വൈറ്റ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, സൺസ്ക്രീൻ തേക്കുന്ന സമയത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇല്ല കുമ്മായം വാരി അടിച്ച പോലെ, ഇല്ല ജോക്കറിൻ്റെ ഒക്കെ ഫേസിനകത്ത് കാണുന്ന പോലെ ഇരിക്കുന്ന ഒരു ഫേസ് വരുമെങ്കിൽ അതിന് നമുക്ക് വൈറ്റ് കാസ്റ്റ് എന്ന് പറയാം. വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ചെയ്യുന്ന വീഡിയോക്കകത്ത് ഇവർ പറയുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് പരട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് വരത്തില്ല. അപ്പം അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവരെ ഫേസ് മൊത്തം വൈറ്റ് കാസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമാണ്. ഞാൻ വീഡിയോ കണ്ട്, സാധാരണ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണത്തില്ല, കാരണം ഇതൊക്കെ ലേഡീസ് ആണ് ഇതൊക്കെ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പം ഞാനിതൊന്നും കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നൊരു സൗന്ദര്യമുണ്ട്. അപ്പം അതുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇപ്പം ഇങ്ങനെയുള്ള പൗഡറും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 100-ൽ 99% ലേഡീസാണ് ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ചെന്ന് ചാടുന്നത്. അപ്പം അവരും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വൈറ്റ് കാസ്റ്റ് വരത്തില്ലെന്ന് പറഞ്ഞ് ഇട്ട വീഡിയോക്കകത്ത് വൈറ്റ് കാസ്റ്റ് വരുന്നു. അതിൻ്റെ അടിയിൽ മൊത്തവും ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നു. നിങ്ങളെ പ്രോഡക്റ്റ് നല്ലതല്ല, നിങ്ങളെ പ്രോഡക്റ്റ് ഫേക്കാണ്, നിങ്ങളെ വൈറ്റ് കാസ്റ്റ് വന്നില്ലെന്ന് പറയുന്ന ഇതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളെ ഫേസ് മൊത്തം വൈറ്റ് കാസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നു. അപ്പം അവരെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു യൂട്യൂബറായിട്ടുള്ള അവരെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു യൂട്യൂബറുണ്ട്, അശ്വതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അശ്വതി ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് അവർ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വൈറ്റ് കാസ്റ്റ് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇട്ട വീഡിയോയിൽ വൈറ്റ് കാസ്റ്റ് വന്നു, നിങ്ങളെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ ഇട്ട് ഇവർ കാണുന്നു. ഇവർ കണ്ട ഉടനെ ഉണ്ടല്ലോ ഇവരങ്ങ് സ്ട്രൈക്ക് കൊടുക്കുന്നു, ഈ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കുന്നു, യൂട്യൂബിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് കളയുന്നു. അപ്പം ഒന്നത്തെ കാര്യം, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഒരാൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊരു കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണമെന്നല്ല, ബാധ്യസ്ഥനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് കാണിച്ചിട്ട് ഇത് നിങ്ങൾ മേടിക്കണം, ഇത് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാ മറ്റേതാ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനം നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത്, അതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനാണ്. മനസ്സിലായോ? അപ്പം ഒരാൾ പരാതിയായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, അയാളെ പിടിച്ചിങ്ങോട്ട് മാറ്റി കളയോ, അയാളെ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് കളയോ, അല്ലെങ്കിൽ അയാൾ ഇട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക, അയാളെ വീഡിയോ സ്ട്രൈക്ക് കൊടുത്ത് റിമൂവ് ചെയ്യുക. ഇതൊക്കെ ഒരു നല്ല കാര്യമല്ല. പക്ഷേ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അവിടെ എന്തൊക്കെയോ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ പെൺകുട്ടി അവിടെ പറഞ്ഞ സമയത്ത് ഇവരല്ലെങ്കിൽ ഒരു ലൈവിൽ വന്നിട്ട് പറയാം ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയാണ് സംഭവിച്ചത്, ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. നേരെ മറിച്ച് അവരെന്താണ് ചെയ്തത്, ആ പെൺകുട്ടിയുടെ വീഡിയോ പെട്ടെന്ന് തന്നെ യൂട്യൂബിനെ കൊണ്ട് സ്ട്രൈക്ക് കൊടുപ്പിച്ച് റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. തോന്നുന്നില്ല, എനിക്ക് മനസ്സിലായൊരു കാര്യം. നമ്മളെ കള്ളത്തരം വേറെ ആൾക്കാർ അറിയരുത് എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ലൈവും ഒരു ലൈവ് വീഡിയോ അവർ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും അതിനെ പറ്റിയിട്ട് ഈ പെൺകുട്ടി, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത പെൺകുട്ടി അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതും നോക്കാം. കല്യാണിയും പറയുന്നുണ്ട്, അതും നോക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളതും കൂടെ ഞാനും പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരാരും ഈ പ്രൊഫഷണലായിട്ട് വരുന്ന ആൾക്കാരല്ല. യൂട്യൂബിൽ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ വാരിക്കൂരി തേച്ചിട്ട് അതിൽ നിന്ന് കയറി വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസും ഫുഡ് ബ്ലോഗിങ്, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി ഐറ്റങ്ങളൊക്കെ തേച്ച് വാരി പൊത്തി കാണിക്കുന്ന വീഡിയോസ്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവരെ
സപ്പോർട്ട് ചെയ്യും, ഫോളോ ചെയ്ത് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവരെ തേടി ഒരുപാട് കമ്പനികൾ വരും, ഒരുപാട് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു പ്രൊമോഷൻ്റെ പുറത്ത് അവർ കോടികളും ലക്ഷങ്ങളുമാണ് മേടിക്കുന്നത്. അത് നമ്മളെ മുമ്പിൽ കൊണ്ട് ചുമ്മാ അങ്ങോട്ട് എറിയും. എറിഞ്ഞത് കണ്ണുടച്ച് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഈ പ്രോഡക്റ്റ് കൊള്ളാന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്തിനാ അത് കണ്ണടച്ച് വെച്ചേക്കുന്നത്, ധൈര്യമായിട്ട് മേടിക്കാന്ന് പറഞ്ഞ് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഈ സ്കിന്നിൻ്റെ പരമായിട്ടുള്ള ഐറ്റങ്ങൾ, അതുപോലെ കഴിക്കുന്ന ഐറ്റങ്ങൾ, ഫുഡ് ഐറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ചുമ്മാ ചാടിക്കേറി മേടിച്ച് തേക്കാതിരിക്കുക. അതുപോലെ സ്കിന്നിൻ്റെ പ്രോഡക്റ്റിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പം സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടേഴ്സിനെയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ. ചുമ്മാ വാരിക്കോരി അതും ഇതും കണ്ട ഫേക്ക് പ്രോഡക്റ്റുകളൊക്കെ, നല്ല പ്രോഡക്റ്റ് കൊണ്ട് ഫേക്ക് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് വാരി തേച്ച് സ്കിൻ ക്യാൻസറും സ്കിൻ പ്രോബ്ലംസൊക്കെ വന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് സാധനവും കൊണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൊരു രീതിയും ശരിയല്ല. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതും ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടെ കല്യാണിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കമന്റ് ബോക്സ് ആണ് ഗൈസ്. ഞാനൊരു വീഡിയോ കണ്ട സമയത്ത് ഓക്കെ ഒരു സൺസ്ക്രീനിന്റെ വീഡിയോ ആണ്, അതിങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് അയച്ചി പറഞ്ഞുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺസ്ക്രീനാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് കമന്റ് ബോക്സ് എടുത്ത് നോക്കി. അപ്പോഴാണ് ഞാൻ ഈ ഒരു കമന്റ് കാണുന്നത്. കമന്റിൽ നെഗറ്റീവും പോസിറ്റീവും പലതും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒരുപോലെ പറയുന്ന കമന്റ് എന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് നല്ലോണം ഉണ്ടല്ലോ, വൈറ്റ് കാസ്റ്റ് നല്ലോണം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതായത് നിങ്ങൾ ഓരോ ആഴ്ച ഓരോ പ്രൊഡക്റ്റ് വന്നിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, അതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരുപാട് കമന്റ്. ഓക്കെ, ഈ പെൺകുട്ടിയാണ് അവരെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതും അവരുടെ വീഡിയോയിലെ ക്വാളിറ്റിയെ പറ്റിയിട്ടും അവർ പ്രൊമോഷൻ ചെയ്ത പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടും വൈറ്റ് കാസ്റ്റിനെ പറ്റിയിട്ട് സംസാരിച്ചത് ഇവരാണ്. അപ്പം അത് ഇഷ്ടപ്പെടാതെ അവർ വീഡിയോ യൂട്യൂബിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച് സ്ട്രൈക്ക് കൊടുത്തു. അപ്പം ഇതിൽ ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വീഡിയോയിലിട്ട എല്ലാ ആൾക്കാരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കാണിച്ച് അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നാണ്. നിങ്ങൾ ഈ വൈറ്റ് കാസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റിനകത്ത് വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ടെന്ന് എല്ലാവരും ഒരേ രീതിയിലാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്, ഒരേ രീതിയിലാണ് നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിലെല്ലാം കൊണ്ടിട്ട് ഈ പറയുന്നത് ഇറ്റ്സ് പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഇറ്റ്സ് എ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ വീഡിയോ ആയിക്കോട്ടെ, പ്രശ്നം എന്താണ്? പ്രൊമോഷൻ വീഡിയോ ആവുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം നിങ്ങളെ ഈ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെല്ലാം മേടിച്ച് ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ആശുപത്രിയിൽ പോയി കിടക്കണം, അല്ലെങ്കിൽ ആശുപത്രികൾ തോറും കയറി ഇറങ്ങണം എന്നുള്ളൊരു വാശി എന്തിനാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് ഇപ്പം പറയുന്നുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ പ്രോഡക്റ്റാണ്, ഓരോ സൺസ്ക്രീമാണ് കൊണ്ട് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഒരെണ്ണമാണെങ്കിൽ നാളെ വേറൊന്ന്, നാളെ വേറൊന്നാണെങ്കിലും മറ്റന്നാൾ വേറൊന്ന്, ഓരോന്നിങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് പറയാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് വരത്തില്ലെന്ന് പറഞ്ഞ് ഡെയിലി ഓരോന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇപ്പം ഇത് ഇവരെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഫോളോവേഴ്സ് ഉണ്ട്, ഇവരെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അവരെന്ത് ചെയ്യും? ഡെയിലി ഓരോന്ന് വരുമ്പോഴത്തേക്ക് ഇന്നൊരെണ്ണം തേച്ച് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത സാധനമായിട്ട് വന്ന് അത് കഴിയുമ്പോഴത്തേക്ക് പുതിയ ഒരെണ്ണമായിട്ട് വന്നു. അപ്പോൾ ഇവരും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ സ്കിന്നിൻ്റെ കേസിലായിക്കോട്ടെ, ഈ ഇങ്ങനെയുള്ള കേസ് കിട്ടില്ല, എല്ലാവർക്കും ഒരേ ഇതായിരിക്കത്തില്ല. പലരും പല ടൈപ്പിലുള്ള സ്കിന്നാണ്, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒന്നും മനസ്സിലാക്കാതെ ഇത് മേടിച്ച് തേക്കുന്ന, അവിടെ നിന്നിട്ട് ഓർഡർ ചെയ്യും, ഓൺലൈനിൽ സാധനം ഓർഡർ ചെയ്യും, സാധനം വീട്ടിൽ വരും, ഇത് മേടിച്ച് ഡെയിലി വാരി തേച്ച് ഇതുപോലെ ക്യാൻസർ പോലത്തുള്ള സ്കിൻ ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് അനുഭവിച്ച് കുറേ എണ്ണം അവിടെയും കിടക്കും. അപ്പോൾ ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവർ ഇടുന്ന വീഡിയോ ആരെങ്കിലൊക്കെ കണ്ട് മേടിച്ച് എനിക്ക് കുറച്ച് പൈസ പോക്കലിലോട്ട് കയറിയാൽ മതി എന്നുള്ള മൈൻഡിലാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കണം, വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഇത് മേടിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു ഈ സ്കിന്നിൻ്റെ വിദഗ്ധനുമായിട്ട് സ്കിൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എനിക്കിത് ഉപയോഗിക്കണ്ട എന്നൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തോണ്ടെന്ന് മുഖത്ത് വാരി പൊത്തിയിട്ട് ഇത് നല്ല സാധനമാണ്, സൂപ്പർ സാധനമാണ്, ഇത് മേടിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വയ്ക്കാം, ബയോയിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി മേടിച്ചാൽ മതി, ഇത്ര ശതമാനം ഓഫാന്ന് പറഞ്ഞ് കണ്ണടച്ച് കയറി മേടിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ തടി നിങ്ങൾ തന്നെ കേടാക്കുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് മേടിച്ച് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഡോക്ടറിനെ പോയി കാണുക, ചോദിക്കുക,
ഇത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നും എന്തൊക്കെ ഇപ്പം ഇതിനകത്ത് ഓരോരോ കണ്ടന്റ് ഉണ്ട്, ചുമ്മാ വാരി തേക്കരുത്. ഇതിനകത്ത് ഓരോരോ കണ്ടന്റ് ഉണ്ട്. അത് നമ്മളെ സ്കിന്നിന് എന്തൊക്കെ കണ്ടന്റ് ആണോ കുറവുള്ളത്, എന്തൊക്കെയാണ് കുറവുള്ളത്, അതനുസരിച്ചുള്ള പ്രോഡക്റ്റുകളെ മേടിച്ച് തേക്കാവൂ. അപ്പം അതാണ് ഈ പെൺകുട്ടിയും പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവർക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞതും ഇവർ വീഡിയോ യൂട്യൂബിനെ കൊണ്ട് റിമൂവ് ചെയ്ത് കളയിപ്പിച്ചത്. ഇനി കല്യാണി എയറിൽ കയറിയ ആ വീഡിയോയും കൂടെ, ആ ഫേക്ക് പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. 90% നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. SPF 50 PA4+ ഉണ്ട്. ഞാനിടുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളിവൊന്നും വരത്തില്ലായിരുന്നു. ഞാൻ അമ്മയ്ക്ക് 2 ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത് നന്നായിട്ട് അബ്സോർബ് ആവും. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല. നല്ലൊരു ഗ്ലോ. ശരിയാണ്, വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, നല്ലതുപോലെ തോന്നിക്കുന്നുണ്ടല്ല, ഉണ്ട്, സാധനം ഉണ്ട്. ചുമ്മാ അല്ല ആൾക്കാർ എയറിൽ കയറ്റി വിട്ടത്, വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആൾക്കാർ പൊങ്കാല ഇട്ടത്. വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് ഒരു ഇത്. ഞാനും ആ ചേച്ചീൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഞാൻ ആ ചേച്ചീനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പുള്ളിക്കാരിയും ഈ കല്യാണിയുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഇവര് പറയുന്ന പ്രോഡക്റ്റുകളല്ല ഈ പുള്ളിക്കാരിയും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ പുള്ളിക്കാരി ഞാൻ ശരിയാന്ന് പറയുന്നില്ല, ഈ പുള്ളിക്കാരിയുടെ ഇടയിലും തെറ്റുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത് ഏതാന്ന് പോലും അറിയാതെ മേടിച്ച് ഉപയോഗിക്കുന്നതും അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുള്ളിക്കാരിക്കും തെറ്റുണ്ട്. പക്ഷേ ഇതിലൂടെ പുള്ളിക്കാരിക്ക് ഒരു അറിവ് വെച്ച് ഇനി മേലെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊന്നും, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊന്നും മേടിച്ച് ഉപയോഗിച്ചുകൂടെന്നും പുള്ളിക്കാരിക്ക് ഒരു അറിവ് കിട്ടി. ചിലപ്പം അറിവില്ലാതെ സംഭവിച്ചായിരിക്കും. എന്തായാലും ഈ ഒരു സംഭവം കണ്ടിട്ട് പുള്ളിക്കാരി ഒന്ന് ബോധേഡായി. അപ്പം ഇപ്പം ഈ കല്യാണിയുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനകത്തെല്ലാം ഇവ കമൻറ്റ് ഇടുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ പ്രൊമോഷൻ വീഡിയോ ആയി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ പ്രൊമോഷൻ വീഡിയോ ചെയ്തു. പക്ഷേ ജനങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ എലിവേഷൻ പേടിച്ചു കൊടുത്ത് അവരെ ഓരോന്നിനെ കൊന്നു വരുന്നതെന്ന് പറയുമല്ലോ, എലികളെ കൊല്ലുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ ആയിരിക്കില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് അതിനോടൊരു ആക്രാന്തം തോന്നിയിട്ട് എന്ത് ചപ്പും ചവറും കൊണ്ടിട്ട് ഇതിനകത്ത് കൊണ്ടിട്ട് കാണിച്ചിട്ട് ഇത് മേടിച്ചു എന്ന് പറയുന്ന ഒരു രീതി നല്ലതല്ല. പിന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണോ, സൺസ്ക്രീമോ കാര്യങ്ങളോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ സ്കിൻ ഹെയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങളെ സ്കിന്നിൻ്റെ കണ്ടീഷൻ, നിങ്ങളെ സ്കിന്നിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ, അതൊക്കെ മനസ്സിലാക്കി അവർ നല്ലോണം സജസ്റ്റ് ചെയ്തു തരും. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ചെന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ സൈറ്റിൽ കയറി ഓർഡർ ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പേടിച്ച് ദയവ് ചെയ്ത് തേക്കാതിരിക്കുക. തേച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സ്കിൻ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റും ഇല്ലെന്നല്ല, നല്ല പ്രോഡക്റ്റും ഉണ്ട്. പക്ഷേ നല്ലതിനേക്കാളും കൂടുതൽ ഫേക്ക് പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അതും ഇവർ പറഞ്ഞത്, ഇത് അവരെ സബ്സ്ക്രൈബർ തന്നെയാണ് പറയുന്നത്. അവരെ വീഡിയോ കണ്ട് അവരെ ഈ പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് പറയുന്നത്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതുപോലെ തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ തെറ്റ് പറ്റിയിട്ടും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇവിടെ ചേച്ചിയുടെ അടുത്തൊരു ഈ പറയുന്ന കല്യാണിയുടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കണ്ടത്. അപ്പം ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഇന്നത്തെ ഈ വീഡിയോ എന്നെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതുമായ സൺസ്ക്രീൻ ആണ് ഇതെല്ലാം. ഇതിൽ ഡേംഡോക്കിന്റെ സൺസ്ക്രീൻ മിസ്സിംഗ് ആണ്, കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീനും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണെന്ന്? ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ 2 ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും വിട്ടുകൊടുക്കില്ല, തെറ്റ് പറ്റിയെങ്കിലും വിട്ടുകൊടുക്കില്ല. അതിനെ അങ്ങോട്ട് ന്യായീകരിച്ച് അതിനൊരു പരുവാക്കണം. അതും മാത്രമല്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ആറ്റിറ്റ്യൂഡ് സൗണ്ടൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തെറ്റ് പറ്റിയെങ്കിൽ അതങ്ങ് അംഗീകരിക്കുക, അതാണ് വേണ്ടുന്നത്. അംഗീകരിക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും പൊങ്കാലയിട്ടത്, എയറിലോട്ട് കയറ്റി വിട്ടത്. അപ്പം ഇതിനകത്ത് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഒരു 10-15-20 എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ സൺസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൺസ്ക്രീമിൻ്റെ കാര്യം പറയാം, നമ്മളിപ്പം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും അത് നല്ല പ്രോഡക്റ്റ് ആണോ പന്ന പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ. ഇത് ഇന്നിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയും, ഇത് നല്ല പ്രോഡക്റ്റാണ്,
2 ദിവസം കഴിയുമ്പം വേറൊന്നും കൊണ്ടുവന്നിട്ട് പറയും ഇത് നിങ്ങൾ ഉപയോഗിക്കുക, ഇത് നല്ല പ്രോഡക്റ്റാണ്. അങ്ങനെ ഈ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് നല്ലതാണ്, ഇത് ഉപയോഗിക്കുന്നു പറയുമ്പോഴത്തേക്ക് കേൾക്കുന്ന ഇവരെ ഈ വീഡിയോ കാണുന്ന ഇവരെ വീഡിയോ കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന ആൾക്കാർ തന്നെ കൺഫ്യൂസ് ആയി പോകും. ഇന്നിപ്പോൾ ഇവരെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന ആളാണെങ്കിൽ ചിന്തിക്കുമേ അടുത്ത ദിവസം വേറൊന്നുമായിട്ട് വരുമ്പോഴേ അതിലും നല്ല സാധനമാണ്, അപ്പം ഇത് ഏതാ നല്ലത്, ഏതാ നല്ലതെന്ന് ഇവർക്ക് തന്നെ ഒരു കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ അവർക്ക് തന്നെ അങ്ങ് പ്രാന്ത് പിടിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തേച്ച് ഓരോന്നും വാരി തേച്ചിട്ട് അവസാനം കിഡ്നി അടിച്ചു പോയി, തൊലിക്ക് സ്കിന്നിന് ക്യാൻസറും വന്ന് ഇവരെ കട്ടയും പണമായിട്ട് നടക്കും. ഇപ്പം ഇവർ വീഡിയോ ഇട്ട് ഇവർ പൈസ ഉണ്ടാക്കി ഇവർ ലാവശ്യമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഓരോ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ കമ്പനിക്കാർ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പറയും ഇതൊരു വീഡിയോ എടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യും, ഇത്ര രൂപ ഞാൻ തരാം, ഇത്ര രൂപ കമ്മീഷൻ നമ്മൾ തരാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. അല്ലാതെ ഇതൊന്നും ഇവർ വാരി ഉപയോഗിക്കുന്നതല്ല. ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവർ കയ്യിൽ വാരിക്കൊണ്ട് വീഡിയോയുടെ മുമ്പിൽ കാണിക്കും ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ, ഇതൊക്കെ കാണുന്ന ആൾക്കാർ, അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലൊന്ന് നിങ്ങൾ ഐക്യം വെച്ചിട്ടൊന്ന് ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ വെറുതെ ഈ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച് വീട്ടിൽ കെട്ടാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. നല്ലവരായ ആൾക്കാരങ്ങ് കമന്റ് ചെയ്യുന്നത്, അപ്പൊ അത് കണ്ട് സഹിക്കാൻ ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. പിന്നെ ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്കയാണെങ്കിലും ഡെർമയാണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യാത്ത സൺസ്ക്രീൻ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ സായി പല്ലവി ഹൈ ആക്കിയ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ അത് ഹൈ ആക്കിയ കണ്ട് ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ചതാണ്. കല്യാണിയെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ മറുപടിയാണ് പറഞ്ഞത്. കാരണം ഇതെല്ലാം കൂടെ ചേച്ചി എങ്ങനെയാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്ന മറുപടി കേട്ടല്ലോ, എനിക്ക് കൈ കിട്ടുന്ന സാധനം ഞാൻ എടുത്ത് വാരി മുഖത്ത് തേച്ച് ഞാൻ അങ്ങ് പോകും, അതാണ് അവർ പറയുന്നത്. ആരെങ്കിലും അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെ സ്വന്തം ഹെൽത്ത് നശിപ്പിക്കാൻ അവർ നോക്കുമോ? ഇല്ല. ഇതൊക്കെ ഇവർ ചുമ്മാ വീഡിയോയുടെ മുമ്പിൽ പറയുന്നതാണ്. ഇപ്പം ഇത് കാണുന്ന ഇവരെ പ്രോഡക്റ്റ് മേടിക്കുന്ന ഇപ്പം അതിൽ തന്നെ ഉണ്ട്. ഇവർ പ്രോഡക്റ്റ് മേടിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, ഫോളോവേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർ പറഞ്ഞ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതെല്ലാം മേടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് എന്നെ പോലെ ഞാനിപ്പം ഇവർ പറഞ്ഞല്ലോ ഞാനിപ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ എൻ്റെ കൈ കിട്ടുന്ന ഏതാണോ അത് ഞാൻ വാരി തേക്കും. അതുപോലെ ഇവരെ പ്രോഡക്റ്റ് എല്ലാം മേടിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുക. വെച്ചിട്ട് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ഏത് സാധനമാണോ നിങ്ങളെ കൈ കിട്ടുന്നത് അതെല്ലാം നിങ്ങൾ വാരി കൊണ്ട് തേക്കുക. വാരി തേച്ചിട്ട് അവസാനം ക്യാൻസറും വന്ന് സ്കിൻ ഇഷ്യൂസും വന്ന് വേറെ അസുഖങ്ങളും വന്ന് കിഡ്നി അടിച്ചു പോയി നിങ്ങളവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഇവർ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് തള്ളുന്ന കാര്യമാണ്. സ്വന്തം ഹെൽത്ത് നശിപ്പിക്കാൻ ആരെങ്കിലും അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. അത് നിങ്ങൾ മനസ്സിലാവും. ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇവരെ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരെന്താണോ പറയുന്നത് അതങ്ങോട്ട് അതേപോലെ അരച്ച് കലയ്ക്കാൻ കുടിക്കും. മനസ്സിലായോ? ഇവരല്ലേ പറഞ്ഞു കൊടുക്കണം, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണുക, സ്കിൻ എയർ സ്പെഷ്യലിസ്റ്റിനെ കാണുക, അയാളെ നിർദ്ദേശപ്രകാരം വേറെ എന്തെങ്കിലും പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊക്കെ എന്തോന്ന് ഇൻഫ്ലുവൻസേഴ്സാണ് ഇതൊക്കെ. എനിക്കറിയത്തില്ല, ഇവരൊക്കെ വല്ല സ്പെഷ്യലിസ്റ്റോ അങ്ങനെ വല്ലതും അറിയാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങി കുറേ അതും ഇതും വാരി തേച്ച് കുറേ മേക്കപ്പിൻ്റെ ഇതും കാണിച്ച് വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്തുണ്ടല്ലോ ഈ പറഞ്ഞിട്ടുള്ള കുറേ പ്രൊമോഷൻ വർക്കുകൾ കിട്ടുന്നു. അപ്പോൾ പൈസയുടെ പുറത്ത് അങ്ങോട്ട് അങ്ങോട്ട് പൈസ കിട്ടുന്നത് അങ്ങോട്ട് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഫോളോവേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിന് ഇവരെയൊക്കെ സത്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കണ്ണടച്ച് വിളിക്കാം. ബാക്കി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൂരിപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണ ചേച്ചി ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. നെഗറ്റീവ് വരും, നിങ്ങൾ ദിവസം ഓരോ പ്രൊമോഷനാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. ഞാൻ മാത്രമല്ല, എല്ലാ ക്രിയേറ്റേഴ്സും ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മൾ ടി വിയിൽ ഇപ്പം ധോണിയാണെങ്കിലും ബൂസ്റ്റ് ഇട്ട് കലക്കി കുടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഈ ഉള്ളിലോട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ വിഷങ്ങളുണ്ടെന്നും പറഞ്ഞ് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. എത്ര ആട്, അതിപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേന്നും അറിയത്തില്ല. ഈ റിയാക്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. യൂസ് ചെയ്ത് നോക്കി അയ്യോ വേണ്ട, ഇനി വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും നമുക്കാർക്കും വേണ്ട.
കാരണം അറിഞ്ഞു വെച്ചുകൊണ്ട് സ്വന്തം തടി കേടാക്കാൻ നമ്മളില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരണത്തിന് ഒരു കുറവുമില്ല, കണ്ടില്ലേ? അപ്പം മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം എന്തിനാണ് നോക്കുന്നത്? നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൊമോട്ട് ചെയ്ത് വിടുക. ഇതുപോലുള്ള ഫേക്ക് പ്രോഡക്റ്റും അവരെ വഞ്ചിച്ചും അവരെ ഊറ്റിച്ചെന്നും ഇതുപോലുള്ള ഫേക്ക് പ്രോഡക്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ധോണിയുടെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ എന്ത് ലോജിക്കെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ബൂസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നു, ഇവർ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ന്യായീകരണത്തിനൊന്നും ഒരു കുറവുമില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിച്ച് സ്കിൻ ഇഷ്യൂസും ക്യാൻസറൊക്കെ വരുത്തി വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നല്ലൊരു ഹെയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ, അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് നിങ്ങളെ സ്കിന്നിന് ആവശ്യമില്ലാത്തത് എന്തൊക്കെ കണ്ടന്റാണ് വേണ്ടാത്തതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക. ഇതുപോലുള്ള ഒരു ഇതുമില്ലാത്ത കുറേ കുന്തം യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്ന കേട്ടിട്ട് ഇതൊന്നും മേടിച്ചു പോയി. ഇതൊക്കെ ഇവർ നല്ല എമൗണ്ടൊക്കെ മേടിച്ചാണ് ഇതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത്. ആർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ആ ഒരു മട്ടിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരെന്നല്ല, ഇവരെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊന്നും ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ഇത് വീഡിയോ കാണാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്നാലും ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ഇടുക, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചെയ്യാൻ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് വിട്ടോ, അതുപോലെ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു.